Hello guys, welcome back to Harish Tutorials. Let's rock Neet, your study booster സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 സുവോളജിയുടെ ഫസ്റ്റ് യൂണിറ്റ് ദ ലിവിങ് വേൾഡ്, നാം ജീവിക്കുന്ന ലോകം എന്ന് പറയുന്ന ഒരു കൊച്ചു യൂണിറ്റിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇതതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. സോ ലിവിങ് വേൾഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, എത്ര വൈവിധ്യപൂർണ്ണമായ ജന്തുക്കളല്ലേ, ജീവജാലങ്ങളൊക്കെ ഉള്ള ഈ ലോകമാണ്. സോ അവരെക്കുറിച്ചും നമുക്ക് അവർക്ക് പേരിടാം, അവരെ ക്ലാസിഫൈ ചെയ്യാം, അവരൊരു പ്രത്യേക ഹയറാർക്കിയിൽ അറേഞ്ച് ചെയ്യാം, അവരെക്കുറിച്ച് പഠിക്കാം, അവരെക്കുറിച്ച് പഠിക്കുവാൻ ഉപകരിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചും അവരെക്കുറിച്ച് പഠിക്കുവാൻ ഉപകരിക്കുന്ന കാര്യങ്ങൾ, ടൂൾസിനെ കുറിച്ചും ഒക്കെ നമ്മൾ കൊച്ചു ക്ലാസ് കേട്ടിട്ടുണ്ട്, ടാക്സോണമി എന്നൊക്കെ അല്ലേ. സോ ഈ ടാക്സോണമിയെക്കുറിച്ചും ടാക്സോണമിക്കൽ ടൂൾസിനെയൊക്കെ കുറിച്ച് നമുക്ക് പഠിക്കാം. സോ ഗെറ്റ് യുവർ പെൻ ആൻഡ് പേപ്പർ റെഡി വിത്ത് യു. വി ആർ ഗോണ സ്റ്റാർട്ട് അവർ ചാപ്റ്റർ ദ ലിവിങ് വേൾഡ്. നമുക്ക് പഠിച്ചു തുടങ്ങാം. ദ ലിവിങ് വേൾഡ്, നാം ജീവിക്കുന്ന ലോകം. എന്താണ് മക്കളെ ലൈഫ് എന്ന് പറഞ്ഞാൽ? അഥവാ ജീവൻ അല്ലേ. വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു യുണീക്കായിട്ടുള്ള സംഭവമാണ് ഈ ലൈഫ് എന്ന് പറയുന്നത്. സയൻസ് പ്രകാരം ലൈഫിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ കുറേ തന്മാത്രകൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള തന്മാത്രകൾ, ഇവരെ ഡിഫറെൻറ്റ് രീതിയിൽ വളരെ കോംപ്ലക്സ് ആയിട്ട്, അത്ര സിമ്പിളായിട്ടൊന്നുമല്ല, കോംപ്ലക്സ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേക രീതിയിൽ, ഒരു പ്രത്യേക പാറ്റേണിലും പ്രത്യേക പ്രൊപ്പോർഷനിലും അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അതൊരു രൂപം പ്രാപിക്കുന്നു. ആ രൂപത്തിനെ നമ്മൾക്ക് സെൽ എന്ന് വിളിക്കാം. സോ ഈ സെല്ലിൻ്റെ അകത്ത് നിരവധി രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പല രീതിയിലുള്ള വേരിയസ് കൈൻഡ്സ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഈ റിയാക്ഷൻസ് നടക്കുന്നതിൻ്റെ ഫലമായി എന്ത് പറയുന്നു? ആ സെല്ലിനെ ഒരു ലിവിങ് സ്റ്റേറ്റിലേക്ക് അത് എത്തിക്കുന്നു. സോ ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് കൊണ്ട് അവിടെ എന്താണ് കിട്ടുന്നത്? യെസ്, അവിടെ അതിന് എനർജി അവൈലബിൾ ആകുന്നു. എനർജി കിട്ടുമ്പോൾ എന്തായി സംഭവിച്ചു? ആ സെല്ല് ഗ്രോ ആകാൻ തുടങ്ങും, ഗ്രോത്ത് നടക്കും. ഗ്രോത്ത് കഴിഞ്ഞാൽ പിന്നെ ഡെവലപ്മെൻറ്റ് നടക്കും. ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാൽ ഇത് തൻ്റെ പരിസ്ഥിതിയോട് പ്രതികരിക്കാൻ തുടങ്ങുന്നു, റെസ്പോൺസീവ്നെസ് തുടങ്ങുന്നു. സോ അവരുടെ ഒരു ഇൻട്രാക്ഷൻ തുടങ്ങുന്നു, റെസ്പോൺസീവ്നെസ് തുടങ്ങുന്നു. സോ ഈ റെസ്പോൺസീവ്നെസ് എന്തായിട്ട് മാറുന്നു? സോ ഇവരിൽ ഇതെല്ലാം കൂടെ ചേർന്ന് ഇവരിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു? ഇനിയും പ്രത്യേകമായിട്ടുള്ള രാസപ്രവർത്തനങ്ങൾ, അതിനെയാണല്ലോ ബയോകെമിക്കൽ റിയാക്ഷൻസ്, അതിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. ചയാപചയ പ്രവർത്തനങ്ങൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ ഈ മെറ്റബോളിസം നടക്കുന്നു. അതേപോലെ തന്നെ റീപ്രൊഡക്ഷനും നടക്കുന്നു. ഇങ്ങനെ നടക്കുമ്പോൾ റീപ്രൊഡക്ഷൻ നടക്കുന്നു. സോ ഇതെല്ലാം നടക്കുന്ന ഒരു പ്രത്യേക തരം സിസ്റ്റത്തിനെയാണ് നമ്മൾ ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അതിശയകരമായ ഒരു സംഭവമാണ് ലൈഫ്. So life എന്താ? It's a unique complex organization of different molecules which organize in a specific pattern to form the basic unit. ഏതാ? സെൽ. ഈ സെല്ലിൻ്റെ അകത്ത് various kinds of chemical reactions occur inside these cells which ultimately leads to the availability of energy, growth, development, responsiveness, metabolism and reproduction in living beings. Okay, on moving ahead, ഇനി നമുക്ക് ലിവിങ് ഓർഗാനിസംസിനെ എന്തൊക്കെ ക്യാരക്ടേഴ്സ് വെച്ച് നമുക്ക് അവരെ ഡിഫൈൻ ചെയ്യാം. അതായത് ഈ ക്യാരക്ടേഴ്സ് എല്ലാം ലിവിങ് ഓർഗാനിസംസ് എക്സിബിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ നമുക്കതിലേക്ക് പോകാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഗ്രോത്തിനെ കുറിച്ചാണ്. എന്താണ്? വളർച്ച. നമുക്കറിയാം എല്ലാ ലിവിങ് ഓർഗാനിസംസ്, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, എല്ലാവരും വളരും അല്ലേ. സോ ഈ ഫംഗ്ഷൻ, അതായത് ഈ ക്യാരക്ടറിസ്റ്റിക് ലിവിങ് ഓർഗാനിസംസിന് മാത്രമാണോ നടക്കുന്നത്, അതോ നോൺ ലിവിങ് ഓർഗാനിസംസിലും നടക്കുന്നുണ്ടോ എന്ന് നോക്കും. നോൺ ലിവിങ് തിങ്സിലും നടക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്കൊരു പെർഫെക്റ്റ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് പറയാൻ സാധിക്കില്ല. ആദ്യം നമുക്ക് ഗ്രോത്തിനെ കുറിച്ച് നോക്കാം. ലിവിങ് ഓർഗാനിസംസിൽ ഗ്രോത്ത് നടക്കും ഉള്ളിൽ നിന്ന്, അതുകൊണ്ട് അതൊരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ നോൺ ലിവിങ് തിങ്സും വളരും. മലകൾ, പാറക്കെട്ടുകൾ പോലെയുള്ളവ അക്രീഷൻ വഴി ഗ്രോത്ത് കാണിക്കുന്നവരുണ്ട്. സോ അവരിലത് പുറമേ ഉള്ള വളർച്ചയാണ്, ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ആണ് എന്ന് മനസ്സിലാക്കുക. സോ ഗ്രോത്ത് നമുക്ക് ചുമ്മാ പറയാനേ പറ്റത്തുള്ളൂ. അതെ, വളർച്ചയുണ്ട് എങ്കിൽ അത് ലിവിങ് ഓർഗാനിസം ആകാം എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഗ്രോത്തിന് ഒരു പെർഫെക്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ ലിവിങ് ഓർഗാനിസം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല.
സോ എന്താണ് ഈ ആക്ച്വലി ഗ്രോത്ത്? സെല്ലുകളുടെ നമ്പറിലും, അതായത് കുറേ സെല്ലുകൾ കൂടുക, അപ്പം തന്നെ ആ ബോഡിയുടെ മാസും കൂടുക അല്ലേ. സോ ഇൻക്രീസ് ബോത്ത് ഇൻ മാസ് ആൻഡ് നമ്പർ ഓഫ് സെൽസ് ഇൻ ദ ബോഡി ഈസ് ടേംഡ് ആസ് ഗ്രോത്ത്. യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും ഓർഗാനിസംസ് സെൽ ഡിവിഷൻ നടത്തിയാണ് അല്ലേ, കോശ വിഭജനം സംഭവിച്ചാണ് ഇവർ ഗ്രോത്ത് ചെയ്യുന്നത്. പ്ലാന്റ്സിൽ അവരുടെ ലൈഫ് സ്പാൻ, അതായത് അവരെത്ര കാലം ജീവിച്ചിരിക്കണോ അത്ര കാലവും ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയുക. പക്ഷേ ആനിമൽസിൽ എങ്ങനെയായിരിക്കും? ഒരു ലിമിറ്റഡ് പീരീഡേ ഉള്ളൂ അല്ലേ, ഒരു ലിമിറ്റഡ് പീരീഡേ ഉള്ളൂ ഗ്രോത്ത്. അത് കഴിഞ്ഞ് നമ്മൾ വളരില്ല. ആൻഡ് ഗ്രോത്തും റീപ്രൊഡക്ഷനും ഒന്ന് നോക്കിക്കേ. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് നമുക്കറിയാം, ബൈനറി ഫിഷൻ ഒരു മെത്തേഡാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സെല്ലിന് കോശ വിഭജനം നടന്ന് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു. സോ ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞ കോശ വിഭജനം സംഭവിച്ചല്ലേ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും ഗ്രോത്ത് നടത്തുന്നത്. സോ യൂണിസെല്ലുലാർ ഓർഗാനിസംസിൽ ഗ്രോത്തും റീപ്രൊഡക്ഷനും ഒന്ന് തന്നെയാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അതിനെയാണ് നമ്മൾ പറയുന്നത് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ മ്യൂച്വലി ഇൻക്ലൂസീവ്. ഈ വാക്കാണ് ഉപയോഗിക്കേണ്ടത്, ഇൻക്ലൂസീവ് ഇവൻസ് ഇൻ യൂണിസെൽഡ് ഓർഗാനിസംസ്. പക്ഷേ പ്ലാന്റ്സിലും ആനിമൽസിലും ഗ്രോത്ത് വേറെ, റീപ്രൊഡക്ഷൻ വേറെയാണ് അല്ലേ. ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് മനസ്സിലായി ഗ്രോത്ത് നമുക്ക് ഒരു പെർഫെക്റ്റ് ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല എന്ന് മനസ്സിലായി അല്ലേ. സോ സെൽ ഡിവിഷൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ്? ഗ്രോത്ത്, റിപ്പയർ, റീപ്രൊഡക്ഷൻ ആണെന്നുള്ളത് ഓർക്കുക. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് റീപ്രൊഡക്ഷൻ. നോക്കിക്കേ, പ്രത്യുൽപാദനം. എല്ലാ ലിവിങ് ഓർഗാനിസംസും റീപ്രൊഡ്യൂസ് ചെയ്യും എങ്കിൽ, എല്ലാ നോൺ ലിവിങ് തിങ്സും റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് റീപ്രൊഡക്ഷനെ ഒരു പെർഫെക്റ്റ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് ഓർഗാനിസം എന്ന് നമുക്ക് പറയാം. നമുക്ക് നോക്കാം. സോ ലിവിങ് ഓർഗാനിസംസിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊഡ്യൂസ് ന്യൂ യങ് വൺസ് ഓഫ് ദെയർ ഓൺ കൈൻഡ്സ് അല്ലേ. അവരുടെ ഓൺ കൈൻഡ് ഇൻഡിവിജ്വൽസിനെ അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് എസെക്ഷൽ രീതിയിലാവാം, സെക്ഷൽ രീതിയിലാവാം. സെക്ഷൽ റിപ്രൊഡക്ഷനിൽ സിംഗിൾ പേരൻറ്റ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ആൻഡ് ഗാമീറ്റിക് ഫ്യൂഷൻ അവിടെ ഉണ്ടായിരിക്കത്തില്ല. ആൻഡ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ബൈ പേരൻറ്റലാണ്. ഗാമീറ്റിക് ഫോർമേഷൻ ഉണ്ടായിരിക്കും, ഗാമീറ്റിക് ഫ്യൂഷനും ഉണ്ടായിരിക്കും. സോ ഇനി നോക്കാനാണെങ്കിൽ എസെക്ഷൽ റിപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് നമുക്ക് കുറച്ച് പരിചയപ്പെടാം. ബാക്ടീരിയ, അമീബ, യൂണിസെല്ലുലാർ ആൽഗകൾ ഫിഷൻ വഴിയായിരിക്കും റിപ്രൊഡ്യൂസ് ചെയ്യുക. ഈസ്റ്റ്, ഹൈഡ്ര പോലുള്ളവ ബഡ്ഡിങ് വഴി. ഈസ്റ്റ് എല്ലാം ഒരു ഫംഗസ് ആണ്, ഒരു യൂണിസെല്ലുലാർ ഫംഗസ് ആണ് കേട്ടോ. ആൻഡ് ഫിലമെൻറ്റസ് ആൽഗെ, യൂണിസെല്ലുലാർ ആൽഗെ ഫിഷൻ വഴിയും, ഫിലമെൻറ്റസ് ആൽഗെ ബാക്കിയുള്ള ഫംഗസുകൾ. ദെൻ ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ് ഇപ്പം നിങ്ങൾക്ക് പഠിക്കുക. ഇനി നമുക്ക് പ്ലാന്റ് കിങ്ഡം പഠിക്കുമ്പോൾ ഇവരെക്കുറിച്ച് നമുക്ക് ശരിക്കും നോക്കാം. സോ ബ്രയോഫൈറ്റ്, അതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ സ്റ്റേജ് ഉണ്ട്, പ്രോട്ടോണിമ ഓഫ് മോസസ്. അവരെക്കുറിച്ചാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഫ്രാഗ്മെൻറ്റേഷനിലൂടെയും. എന്താണ് ഫ്രാഗ്മെൻറ്റേഷൻ? സോ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ചെറുതായിട്ട്, അതായത് അവരുടെ ബോഡിയിൽ നിന്നും അറ്ററ്റ് വീഴും ഓരോ പാർട്സും പുതിയൊരു ഇൻഡിവിജ്വലായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് എന്താ പറയാം? ഒരു റീജനറേഷൻ എന്നാണല്ലോ പറയുന്നത്. സോ ഫ്രാഗ്മെൻറ്റേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് റീജനറേഷൻ. പക്ഷേ ട്രൂ റീജനറേഷൻ എക്സിബിറ്റ് ചെയ്യുന്നവർ പ്ലാനേറിയ, അതായത് ഫ്ലാറ്റ് വോംസ് ആണ്. ഈ ടേബിൾ ഇപ്പോഴത്തേക്ക് പഠിക്കുക. ഇവരെയൊക്കെ കുറിച്ച് നമ്മൾ വരുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരുടെ റിപ്രൊഡക്ഷനൊക്കെ നമുക്ക് പഠിക്കാം. ഇനി ഇവരെ നമുക്ക് ഈ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടറിനെ ഒരു പെർഫെക്റ്റ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ നോക്കാം. നമുക്കറിയാം സ്റ്റെറൈൽ ആയിട്ടുള്ള അഥവാ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. അതായത് അവർക്ക് റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി ഇല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവർ കഴുത എന്ന് കേട്ടിട്ടുണ്ടോ? മ്യൂൾ, അത്. പിന്നെ തേനീച്ചകളിൽ തന്നെ വർക്കർ ബീസ്, പിന്നെ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഹ്യൂമൻ കപ്പിൾസ്. ഇവരൊക്കെ എക്സാമ്പിളാണ്. പക്ഷേ ഇവരൊക്കെ ജീവനുള്ളവരല്ലേ. സോ നമുക്ക് മനസ്സിലായി റീപ്രൊഡക്ഷനും ഒരു പെർഫെക്റ്റ് ഡിഫൈനിങ് ഫീച്ചർ അല്ല, പക്ഷേ അതൊരു ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് മനസ്സിലായി. സോ റീപ്രൊഡക്ഷൻ ക്യാൻ ബി റിഗാർഡഡ് ആസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് ഓർഗാനിസം, ബട്ട് ഇറ്റ് ഈസ് നോട്ട് their exclusive defining characteristic.